കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലകനായിട്ടുള്ള മിഖായിൽ ഷെഹ്റ കൃത്യമായിട്ടുള്ള പദ്ധതികളുമായിട്ടാണ് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്. പുള്ളിയുടെ ഗെയിം പ്ലാൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ പ്ലാനുകളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു മാറ്റവും ഇല്ല. അദ്ദേഹം വളരെ മികച്ച രീതിയിൽ സബ്സ്റ്റിറ്റ്യൂഷനുകളും കാര്യങ്ങളും ഒക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു ഗെയിം പ്ലാനുമായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ ഡാനിഷ് ഫറൂഖിൽ അമിതമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് അദ്ദേഹത്തിനെ കുറിച്ച് നിലവിലുള്ള ആശങ്ക. ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മനോഹരമായിട്ട് തന്നെ തുടക്കത്തിൽ തന്നെ 2 ഗോളിന്റെ ലീഡ് എടുത്തപ്പം ഇന്ന് സ്റ്റെഹ്റയും ടീമും കൂടി കലിംഗയിൽ കയറി അവിടുത്തെ വീരന്മാരെ കശാപ്പ് ചെയ്യും എന്ന് ആരാധകരെല്ലാം ഉറച്ച് വിശ്വസിച്ചിരുന്നു. പക്ഷേ അതിവേഗത്തിൽ 2 ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൺസീഡ് ചെയ്യേണ്ടി വന്നു. പിന്നെ സമനിലയമായിട്ട് ഒരു പോയിന്റിൽ സാറ്റിസ്ഫൈഡ് ആയി കലിംഗയിൽ നിന്ന് വിമാനം കയറേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഇതിനെക്കുറിച്ച് മിഖായിൽ ഷെഹ്റയ്ക്ക് തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വി ഫോളോ ദ ഗെയിം പ്ലാൻ. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഗെയിം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ടീം കുറച്ച് അഗ്രസീവായിട്ട് തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് അതുകൊണ്ട് തന്നെ ആ 2 ഗോളുകൾ നേടാൻ കഴിഞ്ഞു. അബ്സല്യൂട്ട്ലി ആ 2 ഗോളുകളും നമ്മൾ ഡിസർവ് ചെയ്തതായിരുന്നു. പക്ഷെ ഒരു പോയിന്റ് നമ്മുടെ കയ്യിൽ നിന്നും ഒരു ഗോൾ കൺസീഡ് ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായി. ആ സമയത്ത് നമ്മളുടെ ടീം മൊത്തത്തിൽ അങ്ങ് തകർന്നു പോയി. Then suddenly we lost a little bit of moment and they get into the game. ആ ഒരു ഗോൾ വഴങ്ങിയതിന് ശേഷം നമ്മൾ പെട്ടെന്ന് ഒന്ന് തകർന്നു പോയി. ഈ തകർച്ച വളരെ എഫക്റ്റീവായിട്ട് ഒഡീഷ മുതലെടുത്തു. അവർ കളിയിലേക്ക് തിരിച്ചു വന്നു എന്നാണ് നമ്മുടെ മിഖായിൽ ഷെഹ്റ പറഞ്ഞത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വിജയം കൈവിട്ട നിമിഷം എന്ന് പറയുന്നത് ആ ഒരു ഗോൾ വഴങ്ങിയ ശേഷം ഉണ്ടായ ആശയക്കുഴപ്പം തന്നെയാണ്. ആ ആശയക്കുഴപ്പം രണ്ടാമത്തെ ഗോളിലേക്ക് വഴിവെക്കുകയും ഒഡീഷ സമനില പിടിക്കുകയും ചെയ്തു.